Sir, കൺഗ്രാറ്റുലേഷൻസ്. thank you so much. എന്തൊക്കെയുണ്ട്? എന്തോന്ന് പാസ്സായിട്ട് സന്തോഷാണോ? സന്തോഷം സാർ, എല്ലാവരും ഹാപ്പിയാണ്, വീട്ടിലെല്ലാവരും ഹാപ്പിയാണ്. രണ്ട് ഗ്രൂപ്പ് ഒരുമിച്ച് അടിച്ചതുകൊണ്ട് അത്രയും ഹാപ്പി. നമുക്കൊന്ന് നമ്മുടെ പഴയ ക്ലാസ് റൂമിൽ പോയി ഒന്ന് സംസാരിച്ചാലോ? ഓക്കെ സാർ. വാ. ഭയങ്കര സന്തോഷമുള്ളൊരു മൊമെൻ്റാണ്. കാരണം CMUSAയിൽ എന്താ പറയുക, കേരളത്തിലൊക്കെ വല്ലപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യം, കേരളത്തിലെന്നല്ല CMUSA എന്ന് പറഞ്ഞ കോഴ്സിൻ്റെ കേസിൽ വല്ലപ്പോഴും സംഭവിക്കുന്നതാണ് ഒരു എക്സാം വിൻഡോയിൽ രണ്ട് ഗ്രൂപ്പ് ഒരുമിച്ച് പാസ്സാവുന്നുള്ളത്. അപ്പോൾ അത് അച്ചീവ് ചെയ്ത് ഇവിടെ എന്താ പറയുക, നമ്മുടെ CMA-USA ക്വാളിഫൈ ചെയ്ത ഒരേ വിൻഡോയിൽ ക്വാളിഫൈ ചെയ്ത ഐശ്വര്യയാണ്. ഐശ്വര്യ, ഒരു സിമ്പിളായിട്ട് പറയാം, പാസ്സാവാൻ വല്ല എളുപ്പ വഴിയുണ്ടോ? പഠിക്കാനല്ല ഞാൻ നോക്കിയിട്ട് വേറെ എളുപ്പമൊഴിയൊന്നും എനിക്കറിയില്ല. നോർമലി നമ്മൾ എല്ലാവരും പറയുന്ന പോലെ പ്രൊഫഷണൽ കോഴ്സ് ആകുമ്പോൾ ഡേ 1 സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തൊട്ട് നമ്മൾ കുറച്ച് പോർഷൻസ് കവർ ചെയ്ത് പോയാൽ അച്ചീവ് ചെയ്യാവുന്നതേ ഉള്ളൂ. അല്ല അൺഅച്ചീവബിൾ അല്ല, എന്നാൽ ഈസി അല്ല. നിൻ്റെ അഭിപ്രായത്തിൽ ഒരുമിച്ച് ഒരു എക്സാം വിൻഡോയിൽ രണ്ട് പാർട്ടും എഴുതുന്നതാണോ നല്ലത്, അല്ല സെപ്പറേറ്റ് പാർട്ട് വൈസ് എഴുതുന്നതാണോ നല്ലത്? അത് ഇപ്പം സാർ നമ്മൾ ഓരോരുത്തരുടെ അവരുടെ ഒരു പൊട്ടൻഷ്യൽ കൂടി ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇപ്പോൾ നമുക്ക് പൊട്ടൻഷ്യൽ മാത്രമല്ല സാർ, നമുക്കിപ്പോൾ നേരത്തെ ക്ലാസ്സസ് തീരുകയാണ്, സ്റ്റഡി ലീവ് കൂടുതലുണ്ട്. നമുക്ക് നോർമലി ഒരു പാർട്ട് എഴുതുന്നതിന് വേണ്ടതിനെക്കാട്ടി കൂടുതൽ ടൈം ഉണ്ടെങ്കിൽ ബെറ്റർ നമുക്ക് രണ്ട് പാർട്ടും എഴുതാനാണ്. അപ്പോൾ നമുക്കൊരു ടൈം, അത്രയും കൂടെ ടൈം രണ്ടിനും മാനേജ് ചെയ്തിട്ട് രണ്ടും കൂടി എഴുതാം. പിന്നെ നമ്മുടെ ക്ലാസ്സസും കൂടെ അറേഞ്ച് ചെയ്തിരിക്കും. പിന്നെ നമ്മൾ എത്രത്തോളം പഠിച്ചെത്തി, നമ്മുടെ നോർമൽ ക്ലാസ്സസിൻ്റെ കൂടെ തന്നെ നമ്മളും പഠിച്ച് കവർ ആയെങ്കിൽ ഓക്കെ, ബെറ്റർ അതായിരിക്കും, നമ്മുടെ ഒരു ലെവൽ അനുസരിച്ചിരിക്കും. അല്ലേ, ശരിക്കും ഈ കോഴ്സിൻ്റെ ഒരു അഡ്വാൻറ്റേജ് പറയുന്നത് പൊതുവേ മാർക്കറ്റിങ്ങിലും എല്ലാത്തിലായാലും 1 ഇയർ കോഴ്സ് എന്ന് പറയാം. ശരിക്കും ആ ഒരു 1 ഇയർ എന്നുള്ളൊരു അഡ്വാൻറ്റേജ് ഫുൾഫിൽ ചെയ്ത ഒരാളാണ് ഐശ്വര്യ. ഒന്നും എവിടെയും ഒരു ടൈം വേസ്റ്റ് ചെയ്യാതെ. ഇത് ശരിക്കും സത്യം പറഞ്ഞാൽ സ്റ്റാർട്ടിങ് മുതൽ ഇത് പ്ലാൻ ചെയ്തിരുന്നോ, രണ്ടും ഒരുമിച്ച് എഴുതണം? ഇല്ല, സ്റ്റാർട്ടിങ്ങിൽ അങ്ങനെ ഒരു പ്ലാനിങ് ഇല്ലായിരുന്നു. എങ്ങനെയായിരുന്നു ഇതിലേക്കുള്ളൊരു തോട്ട്? എന്തായിരുന്നു? എനിക്ക് ഡിഗ്രി കഴിഞ്ഞപ്പോഴേ ഒരു പ്രൊഫഷണൽ കോഴ്സ് അച്ചീവ് ചെയ്യണമെന്നുണ്ടായിരുന്നു. അപ്പോൾ അത് തന്നെ ഏത് വേണമെന്ന് കൺഫ്യൂഷനിലായിരുന്നു, കുറേ കൺഫ്യൂസ്ഡ് ആയിരുന്നു. അങ്ങനെയാണ് CMA ചൂസ് ചെയ്തത്. പക്ഷെ അന്നേരവും US അല്ല ഞാൻ ചൂസ് ചെയ്തത്, ഞാൻ ഇന്ത്യയാണ് ഡിസൈഡ് ചെയ്ത് വന്നത്. പിന്നെ ഇവിടെ ഇരുന്ന ആ ഒരു സ്പോട്ടിലാണ്, മീൻസ് ഞാൻ ഓർത്തത് 1 ഇയർ എന്ന് പറയുന്നു USA. അപ്പോൾ അതെങ്ങനെയായിരിക്കും, നമുക്ക് നോർമലി ഇന്ത്യയിലെക്കാട്ടി കുറച്ച് ടൈം കൊണ്ട് നമുക്കൊരു പ്രൊഫഷണൽ കോഴ്സ് എടുക്കാം. എല്ലാവരും മോസ്റ്റ് പ്രോബബ്ലി എല്ലാവരും ഡ്യൂറേഷൻ നോക്കിയിട്ടാണ് CMA-USA പറഞ്ഞത്. ആൻഡ് അതേ അറ്റ് സെയിം ടൈം അത്രയും ഡിഫിക്കൽട്ടാണ്, ഒക്കെ എല്ലാം ആണ്. അപ്പം അതെന്താണെന്ന് അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു. എൻ്റെ ഒരു പരിചയത്തിൽ ഒരു ബ്രദർ, എൻ്റെ ഒരു കസിൻ ബ്രദർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഞാൻ പുള്ളിയെ വിളിച്ച് ഡീറ്റെയിൽസ് ഒക്കെ തിരക്കിയപ്പോൾ എനിക്ക് കുറച്ച് ഒരു വേഗമായിട്ടൊരു ഐഡിയ തന്നെ എന്താണ് CMA-USA എന്ന്. അങ്ങനെയാണ് ജോയിൻ ചെയ്തത്. അന്നേരം ഒരു ഐഡിയ ഇല്ല, ക്ലാസ്സിന് വന്ന് ഫസ്റ്റ് ഒക്കെ ഇരിക്കുമ്പോൾ ആകെ പാനിക്കായിട്ടായിരിക്കും. പാർട്ട് 1 അല്ലേ നമ്മൾ ആദ്യം തുടങ്ങിയത്? അതെ, പാർട്ട് 1 ആണ് ആദ്യം തുടങ്ങിയത്. അപ്പോഴൊന്നും ഈ ഒരു ഡിസിഷനിലേക്ക് ഇല്ലില്ല, അന്നേരം ഒന്നും. ഏത് മൊമെന്റിലാണ് ഒരുമിച്ച് എഴുതിയേക്കാം? സാറിന്റെ കമ്പൽഷന് ശേഷമാണ് ഞാൻ തന്നെ ഡിസൈഡ് ചെയ്യാൻ, മീൻസ് ഞാൻ തന്നെ അത് ആലോചിക്കാൻ തുടങ്ങിയത്. ഓക്കെ, സാറ് പറയുന്നു. അപ്പോൾ പിന്നീട് തന്നെയല്ല, പാർട്ട് 2 കയറിയപ്പോൾ ഏകദേശം എന്താണ് CMA-USA, എങ്ങനെയാണ് പാറ്റേൺ, ഇതിന്റെ ക്വസ്റ്റ്യൻ, അതിന്റെ അത്രയൊന്നും മനസ്സിലാക്കി. അപ്പോൾ ഓക്കെ, സാറ് പറയുന്നു ജസ്റ്റ് അറ്റംപ്റ്റ് ചെയ്താലോ എന്നൊരു, ഈ പറയുന്ന 1 ഇയറിന്റെ ബെനിഫിറ്റ് കിട്ടിയാലോ, അങ്ങനെയൊന്ന് അറ്റൻഡ് ചെയ്താലോ എന്നൊരു തോട്ട് അന്നേരമാണ് വന്നത്. ഇപ്പൊ അത് നല്ലൊരു തീരുമാനമായി മാറിയല്ലേ? ഇപ്പൊ അത് വളരെ നല്ലത്. എല്ലാ ബാച്ചിലും മിക്ക ബാച്ചിലും പഠിപ്പിക്കുന്ന സമയത്ത് കുട്ടികളെ ഞാൻ ഫോഴ്സ് ചെയ്യാറുണ്ട്. അതായത് ഒരുമിച്ച് എഴുതിക്കോ, നിങ്ങൾക്ക് സിമ്പിൾ ലോജിക്കാണ്. ഇപ്പോൾ ഒരു 2 ഗ്രൂപ്പ് സെപ്പറേറ്റ് എഴുതുകയാണെങ്കിൽ ഒരു 3-4 മന്ത്സ് നമ്മുടെ ലൈഫിൽ നിന്ന് വേസ്റ്റ് ആവും. നേരെ മറിച്ച് അത് ഒരുമിച്ച് എഴുതുകയാണെങ്കിൽ ആ 3-4 മന്ത്സ് സേവ് ചെയ്യും. 3-4 മന്ത്സ് സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് ലൈഫ് ടൈം വളരെ കുറവാണ്. അപ്പോൾ ആ ഒരു 4 മന്ത്സ് സേവിങ്സ് എന്നൊക്കെ പറയുന്നതിൻ്റെ എഫക്റ്റീവ് അല്ലാത്ത രീതിയിൽ വരും. അത്രയും പെട്ടെന്ന് നമ്മൾ ക്വാളിഫൈഡ് ആയിട്ട് മാർക്കറ്റിലേക്ക് ഇറങ്ങാണ്. എല്ലാ ബാച്ചിലും പറയാറുണ്ട് ഈ ഒരു സംഭവം. പക്ഷേ മിക്ക കുട്ടികളും ഇനീഷ്യലി കോൺഫിഡൻസോടുകൂടി എഴുതാം എന്നൊക്കെ പറയും. പക്ഷെ അത് പലപ്പോഴും എക്സാമിനോട് അടുക്കുന്ന സമയത്ത് ആ തീരുമാനം മാറാറാണ് പതിവ്. കാരണം നമുക്ക് പോർഷൻ കവർ ആയില്ലോ എന്നൊക്കെ വല്ലാത്തൊരു ടെൻഷനാണ്. പക്ഷെ ഞാൻ നോക്കിയിട്ട് സാറ് സെപ്പറേറ്റ് എഴുതുമ്പോൾ ഒരു ചെറിയൊരു ലാഗ് വരും, ചെറിയൊരു ടച്ച് നമുക്ക് പോകും. മീൻസ് ഈ വിൻഡോയിൽ എഴുതിയിട്ട് അടുത്ത വിൻഡോ ആകുമ്പോഴത്തേക്ക് ഒരു ചെറിയൊരു ഗ്യാപ്പ് വരും. നമ്മൾ റിസൾട്ട് വന്ന്
പിന്നെ അടുത്തതിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ ഒരു ഗ്യാപ്പ്. അപ്പോൾ നമുക്ക് എവിടെയോ ഒരു കണക്ഷൻ മിസ്സായ പോലെ ഒരു ഫീൽ വരും. പിന്നെ എഗെയിൻ റീസ്റ്റാർട്ട് ഒന്നേന്ന് സ്റ്റാർട്ട് ചെയ്യണം. പക്ഷെ ഇതിനൊരു കണ്ടിന്യൂറ്റി ഉണ്ട്. സെയിം വിൻഡോയിൽ എഴുതുമ്പോൾ നമുക്ക് 2 പാർട്ടും കണക്ട് ചെയ്ത് പഠിച്ച് എഴുതാനുള്ള. പിന്നെ അത് മാത്രമല്ല ഒരുപാട് ടോപ്പിക്സ് കണക്റ്റഡ് ടോപ്പിക്സ്, ഇന്റർ കണക്റ്റഡ് ടോപ്പിക്സ് ആണ് കൂടുതൽ. അപ്പോൾ ആ ഒരു അഡ്വാൻറ്റേജ് ശരിക്കും എടുക്കാൻ കഴിയും. അല്ല, ഇപ്പോൾ ഒരു സ്റ്റഡി ലീവിൻ്റെ സമയത്ത് തീരുമാനിച്ചാൽ പോസിബിൾ ആണോ ഓക്കെ ഇനി ഒരുമിച്ച് എഴുതാം, ഓർ നേരത്തെ ഏർലിയസ്റ്റ് സ്റ്റേജിൽ തന്നെ മൈൻഡിൽ സെറ്റ് ചെയ്യണം? നമ്മളെ പഠിക്കുന്ന സമയത്ത് എൻ്റെ ഇത് വെച്ചിട്ട് ആ ഒരു കറക്റ്റ് പകുതി, അതായത് ഒരു പാർട്ട് തീർന്നപ്പോൾ തൊട്ട് മീൻസ് ബോത്ത് എഴുതാൻ വേണ്ടി മീൻസ് ആ ഒരു പാർട്ട് നമുക്ക് ഓൾറെഡി കുറച്ചൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് ആ വന്ന ടൈമിൽ ആ ഒരു ഇതൊക്കെ വെച്ചിട്ട് കുറച്ചൊക്കെ നമുക്ക് ക്ലാസ്സസിൻ്റെ അല്ല നമ്മൾ അത്ര അവെയർ അല്ലാതെ മിസ്സായി. അപ്പോൾ ഇനിയുള്ള ഡേ തൊട്ട് ഫുള്ള് സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ ഒരു റൊട്ടീനായിട്ട് കുറച്ചുകൂടെ ട്രാക്കിൽ പോകാമെന്നുള്ള രീതിക്കാണ് പിന്നെ പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങിയത്. ഫസ്റ്റ് ഒരു ക്യൂരിയോസിറ്റിയും എക്സൈറ്റ്മെന്റും പൊതുവെ വരുന്നതാണ്. ഇപ്പോൾ CMUSL ഫസ്റ്റ് ഗ്രൂപ്പ് മേ ബി ചില ബാച്ചിൽ പാർട്ട് 1 തുടങ്ങാം, അല്ലെങ്കിൽ പാർട്ട് 2 തുടങ്ങാം. ഫസ്റ്റ് തുടങ്ങുന്ന ഗ്രൂപ്പിൽ കുട്ടികൾ അത്രത്തോളം സീരിയസ് ആയിരിക്കും, ക്ലാസ്സിലൊക്കെ അറ്റൻറ്റീവ് ആയിട്ട് ഇരിക്കും, പക്ഷെ അത്രത്തോളം അവെയർ ആയിരിക്കില്ല നീ പറഞ്ഞ പോലെ. പിന്നീട് സെക്കൻഡ് ഗ്രൂപ്പിലേക്ക് കയറി വരുമ്പോൾ അവരൊരു എന്താ പറയാ ആ ഒരു സംഭവം എല്ലാ ബാച്ചിലും ഉള്ളതാണ്. സത്യം പറഞ്ഞാൽ നീ പറഞ്ഞ റൈറ്റ് ടൈമാണ്. അതായത് സെക്കൻഡ് ഗ്രൂപ്പിലേക്ക് കിടക്കുന്ന ആ മൊമെന്റിൽ നമ്മൾ 2 ഗ്രൂപ്പ് ഒരുമിച്ച് എഴുതാനുള്ള ഡിസൈഡ് ചെയ്യണം. അപ്പോൾ ഒരു ഗ്രൂപ്പ് അന്നേരം തൊട്ട് നമ്മൾ പിടിച്ചു തുടങ്ങും, പിന്നെ മറ്റേത് ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് കിട്ടിക്കോളും അല്ലേ? എന്താണ് ആ റിസൾട്ട് വന്ന ആ ഒരു മൊമെന്റ് എങ്ങനെയായിരുന്നു? അതായത് 2 ഒരുമിച്ച് കിട്ടി. എനിക്ക് ഡേറ്റ് ഒന്നും നമുക്ക് ഓൾറെഡി അങ്ങനെ അറിയില്ലായിരുന്നു. ഏകദേശം ഒരു റേഞ്ച് നമ്മൾ ചെക്ക് ചെയ്താലും 45 ഡേയ്സിനുള്ളിലാണ്. അതായത് 10th 15th ഇടയ്ക്ക് വരും അങ്ങനെയാ പറഞ്ഞിരുന്നത്. പിന്നെ പ്രീവിയസ് ബാച്ചിന്റെ ഇതിലെ 12th 8:30 സംതിങ്ങിന് എന്തോ റിസൾട്ട് വന്നേന്ന് ഇങ്ങനെ ഒരു അറിഞ്ഞു. അങ്ങനെ ലാഗ് ഉണ്ടായിരുന്നു. പക്ഷെ അല്ല, സെപ്റ്റംബറിലെ ഫസ്റ്റ് വന്നപ്പോ ഈ പ്രശ്നം ഇല്ലായിരുന്നു. അന്നേരം ഡയറക്റ്റ് വീട്ടിൽ ആരോടും പറഞ്ഞില്ല. ഞാനിങ്ങനെ ഫോൺ നോക്കി ഇടയ്ക്ക് ഫുഡൊക്കെ കഴിക്കുന്ന ടൈം ഇങ്ങനെ നോക്കിയിരിക്കുക. പെട്ടെന്നാണ് അത് ഡയറക്റ്റ്ലി നമ്മുടെ സ്കോർ അടക്കം വെച്ച് മെയിൽ വന്നേതു. പക്ഷെ ഇപ്രാവശ്യത്തിൽ നമുക്ക് റിസൾട്ട് വന്നിട്ടുണ്ടെന്ന് പറയാൻ ലിങ്ക് തന്നിരുന്നു. അപ്പൊ അത് അത്യാവശ്യം ഒരു 2.5 മണിക്കൂർ കൂടുതൽ കഴിഞ്ഞിട്ട് റിസൾട്ട് അറിയാൻ കഴിഞ്ഞു. അത് ഇത്രയും ടെൻഷൻ. ഒരുപാട് നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഉള്ളതുകൊണ്ട് പിന്നെ റിസൾട്ട് വരാൻ പാസ്സായ ആൾക്കാരുണ്ടാവും, ഫെയിൽ ആയ ആൾക്കാരുണ്ടാവും. പക്ഷെ അത് സൈറ്റ് എന്തോ പ്രശ്നം ഉണ്ടായിരുന്നു. അല്ല, ആ ഒരു മൊമെന്റ് ആ 2.5 മണിക്കൂർ വല്ലാത്തൊരു മൊമെന്റ്. മീൻസ് നമ്മൾ പാസോ ഫെയിലോ അങ്ങനെയല്ല, ഇത് നമ്മളിലെ ഒരു ഹോട്ട് സീറ്റ് ഇരിക്കുന്ന ഒരു ഫീൽ. അത്രയും ടൈം കൊണ്ട് നമ്മൾ വല്ലാതെ ടെൻഷൻ അടിക്കുക. മീൻസ് എന്തെങ്കിലും ഒരു റിസൾട്ട് നമുക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ അവിടെ വെച്ച് അത് കഴിഞ്ഞു എന്നുണ്ട്. ഇത് ഇങ്ങനെ ഈ പെൻഡിങ് ഇങ്ങനെ റൗണ്ട് ചെയ്തോണ്ടിരിക്കും. അതെ, എന്താകും എങ്ങനെയായിരിക്കും സ്കോർ എന്നൊക്കെ ഉള്ളൊരു ടെൻഷനായിരുന്നു. പിന്നെ ട്രിപ്പിൾ ചൂസ് ചെയ്ത് ഹാപ്പിയാണോ? അതെ, ഞാൻ 100% ഹാപ്പിയാണ്. എൻ്റെ ഒരു കസിൻ ത്രൂ ആണ് ട്രിപ്പിൾ എനിക്ക് ഇൻട്രൊഡ്യൂസ് ആയതെങ്കിലും ഇവിടെ കസിൻ ഇവിടെ ACCക്ക് പഠിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ കസിൻ ത്രൂ ആണ് ട്രിപ്പിൾ എനിക്ക് ഇൻട്രൊഡ്യൂസ് ആയത്. പക്ഷെ അല്ലാതെ നമ്മളിങ്ങനെ കേട്ടിട്ടൊക്കെ ഉണ്ട്, ഇങ്ങനെ ഇൻസ്റ്റിറ്റ്യൂട്ട്സിന്റെ ഒക്കെ പേര്. ഇപ്പോൾ ഓൾറെഡി നമ്മൾ പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെ പേര് ഇങ്ങനെ പ്രൊഫഷണൽ കോഴ്സിന്റെ പറയുമ്പോൾ കേട്ടിട്ടുണ്ടെങ്കിലും അവളാണ് എനിക്ക് സജസ്റ്റ് ചെയ്ത് തന്നത്. ചേച്ചി നല്ലതാണ്, CAക്കും ACCക്കും ഒക്കെ നല്ലതാണ്. CMA ഇപ്പോൾ ഞങ്ങളുടെ തൊട്ട് മുമ്പാണ് ഇവിടെ CMA സ്റ്റാർട്ട് ആയത്. ഓക്കെ, അങ്ങനെയാണ് വന്നത്. എനിക്ക് ഇവിടുത്തെ ഓരോരോ ഫാക്കൽറ്റി ഒന്നിനൊന്നിനും മെച്ചായിട്ടേ തോന്നിട്ട്. എല്ലാവർക്കും അവരവരായിട്ടുള്ളൊരു വേ ഉണ്ട്, ഒരു ടീച്ചിങ് വേ. ഓരോരുത്തരുടെ ഓരോ ഡിഫറെൻ്റ് ആണ്, പക്ഷെ അതെല്ലാം എല്ലാവരിലേക്കും എത്തുന്നുണ്ട്. ഒരു ക്ലാസ്സിൽ എത്ര കുട്ടികളുണ്ടോ അത്രയും പേരിലേക്ക് റീച്ച് ആവുന്ന രീതിക്കാണ് എല്ലാവരുടെയും ഓൺ വേ ആണ്, എല്ലാവരിലേക്കും എത്തുന്നുണ്ട് എല്ലാം. പിന്നെ വേറൊരു സൈഡ് പറയാം, നമ്മളിങ്ങനെ പല രീതിയിൽ പഠിപ്പിക്കും. നീ ഇപ്പൊ പറഞ്ഞു ഓരോ രീതിയാണ്, അത് നിങ്ങൾ അതുപോലെ ഇൻട്രസ്റ്റോടുകൂടി കേൾക്കുമ്പോഴാണ് ആ ഔട്ട്പുട്ട് കിട്ടുന്നത്. അതർവൈസ് നമ്മൾ വെറുതെ ഇങ്ങനെ ക്ലാസ് എടുത്ത് പോവാന്നേ ഉള്ളൂ. അല്ല, എനിക്ക് തോന്നിയിട്ടുണ്ട് സാർ, ചെറിയ മൈന്യൂട്ടായിട്ടുള്ള ചില മീൻസ് നമ്മൾ ഏർലി ക്ലാസ്സസിലൊക്കെ പഠിക്കാതെ വന്നൊക്കെ ചില മൈന്യൂട്ട് കാര്യങ്ങളുണ്ട്. അതുവരെ നമുക്ക് പറഞ്ഞു തരും. ഓക്കെ, നമ്മൾ പഠിച്ചാന്നും പറയണ്ട, ഇനി അത് പറയേണ്ട ആവശ്യമില്ലല്ലോ, അങ്ങനെയൊന്നും ഇല്ല. മീൻസ് ബേസ് മുതലേ നമുക്ക് അറിയില്ലെങ്കിലും അതും നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അത്രയും കെയറിങ് ഉണ്ട്. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊരു ഇത് ഇവിടെ വരുന്നത് മോസ്റ്റ് പ്രോബ്ലി ഡിഗ്രി കഴിഞ്ഞ കുട്ടികളായിരിക്കും, അല്ലെങ്കിൽ പ്ലസ് 2 കഴിഞ്ഞ കുട്ടികൾ. അവരെ ആ പഠിച്ച കണ്ടന്റിൽ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചെന്നല്ലാതെ അതിന്റെ കംപ്ലീറ്റ് നോളജ് അവരുടെ കയ്യിലില്ല. നമ്മൾ പഠിക്കുന്നില്ല, എക്സാമിന് വേണ്ടി പഠിക്കുന്ന പോലെയാണ് അത്രയും നാള്. ഇതിങ്ങനെയാണ്, അത്
അസറ്റ് കൂടിയതുകൊണ്ട് ഇപ്പൊ റെക്കോർഡ് ചെയ്തു. ഇവിടെ വന്നതിന് ശേഷം എനിക്ക് കണ്ടന്റ് ഓറിയന്റഡ് ആയിട്ട് മീൻസ് നമ്മൾ അതിന്റെ കൺസെപ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കി പഠിക്കുന്നത് ഇവിടെ വന്നത്. ശരിക്ക് ഞാൻ ഒരു സിമ്പിൾ ചോദ്യം ചോദിക്കട്ടെ, ഇപ്പൊ നീ സർട്ടിഫൈഡ് മാനേജ്മെന്റ് അക്കൗണ്ടന്റ് ആണ് ഒഫീഷ്യലി, അപ്പോൾ അതിലുള്ള കാര്യങ്ങൾ നീ കംപ്ലീറ്റ്ലി ഗ്രാസ്പ് ചെയ്തത് കൊണ്ടല്ലേ ആ കോഴ്സ് പാസ്? അതെ അതെ അത് തന്നെയാണ്. അല്ലാതെ ജസ്റ്റ് ഒരു വേഗ ഐഡിയ വെച്ചിട്ടല്ല, അങ്ങനെയല്ല. മീൻസ് എനിക്ക് ഇപ്പൊ മനസ്സിലാവുന്ന ഡിഗ്രിക്കൊക്കെ നമ്മൾ അത്രയും ഒന്നും ഇൻവോൾവ്മെന്റ് ചെയ്തിട്ടില്ല. അപ്പൊ ആ ഡിഗ്രിക്ക് നമ്മൾ എക്സാം ഓറിയന്റഡ് ആയിട്ട് കുറച്ച് പഠിച്ചു ചെയ്യുന്നു, അത്രേ ഉള്ളൂ. ഇവിടെ ഒരു നോളജ് അല്ല. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ എന്തിന്റെ റീസൺ, അതെങ്ങനെ വന്നു, എന്തുകൊണ്ട് വന്നു എന്ന് നമ്മളെ റീസൺ വെച്ചിട്ടാ പഠിക്കുന്നത്. ആ കൺസെപ്റ്റ് ബേസ് ചെയ്താണ് പഠിക്കുന്നത് ഇവിടെ എല്ലാം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ എന്താ പറയാ, ഒരു ബാച്ചിനെ പഠിപ്പിച്ചു, അതിൽ ഓരോ ബാച്ചിൽ നിന്ന് ഇങ്ങനെ റിസൾട്ട് വരുന്നു. നമുക്ക് ടീച്ചിങ് ഒരു മീനിങ് ഫുൾ ആയി തോന്നുകയാണ്. എസ്പെഷ്യലി നിന്റെ എന്താ പറയുക, ഒരു ഇരട്ടി മധുരാണ്. റീസൺ രണ്ടും ഒറ്റയടിക്ക് അങ്ങ് ക്രാക്ക് ചെയ്തല്ല. എന്താണോ കോഴ്സ് പറയുന്നത് അത് പ്രോപ്പറായിട്ട്, പിന്നെ വളരെ എന്താ പറയാ, ക്ലാസ്സിലായാലും നിന്നെപ്പറ്റി പറയുകയാണെങ്കിൽ ക്ലാസ്സിലായാലും ഉഴപ്പ് എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ഡിസ്റ്റർബൻസ് ഉണ്ടാവുന്ന ഒന്നും ഉണ്ടാവാറില്ല. റെഗുലർ ബേസിൽ ക്ലാസ്സിൽ വരും. പിന്നെ ആബ്സെന്റ് എന്ന് പറഞ്ഞാൽ ലീവ് എടുക്കുക എന്നുള്ളൊരു സംഭവമേ ഇല്ല. ഹിസ്റ്ററിയിൽ അങ്ങനെ ഒരു സംഭവം ഇല്ല. എനിക്ക് തോന്നുന്നു ഏതോ ഒരു ദിവസം നീ നാട്ടിൽ നിന്ന് വരുമ്പോൾ ഒരു ലേറ്റ് ആവുന്ന വിളിച്ച് പറഞ്ഞതല്ലാതെ വേറൊരു ലീവ് എടുക്കാറില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം കുട്ടികൾ ലീവ് എടുക്കുന്നില്ല എന്ന് കാണുമ്പോൾ കുട്ടികൾക്ക് താല്പര്യം ഉള്ളതുകൊണ്ടല്ലേ വരുന്നത്. അതന്നെ നമുക്ക് ഭയങ്കര ഒരു പോസിറ്റീവ് എനർജിയാണ്. ഒരു ജസ്റ്റ് നിന്റെ ഈ ഒരു ക്വാളിഫിക്കേഷൻ എൻ്റെ ഒരു വേയിൽ പറയുകയാണെങ്കിൽ ഒരു പഠിപ്പിച്ചത് കൊണ്ട് നമുക്കൊരു കംപ്ലീറ്റ് സാറ്റിസ്ഫാക്ഷൻ കിട്ടാന്ന് പറയില്ലേ. ഓക്കെ, നമ്മൾ ചെയ്യുന്ന ജോലിക്കൊക്കെ ഒരു റെക്കഗ്നിഷൻ ഉണ്ട്, അല്ലെങ്കിൽ ആൾക്കാർ സെറ്റിൽ ആവുന്നുണ്ട്. ഓക്കെ, ഇനി ഇതിൻ്റെ അപ്പുറത്തേക്ക് ജോലി, നിന്റെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി, ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അതൊക്കെ അവിടെ നിൽക്കേ. അതായത് പാസ്സായി ആ കുട്ടി ഒന്നും അല്ലായിരുന്നു ഇതിനു മുന്നേ, ഇപ്പം എന്തൊക്കെയാണെന്നുള്ളൊരു ഫീല് നിന്റെ ഉള്ളിലുണ്ട്, നമ്മുടെ ഉള്ളിലുണ്ട്. അതിൽ ഭയങ്കര സന്തോഷം. ഞാൻ നിന്നോട് അങ്ങോട്ട് താങ്ക്സ് പറയാണ് ഈ എഫേർട്ട് ഇട്ടതിനും ഇതിനൊക്കെ. എനിക്ക് അതിനെക്കാട്ടി കൂടുതൽ താങ്ക്സ് സാറിനോട് പറയാം. എനിക്ക് ആദ്യം വരുമ്പോൾ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. എല്ലാവരുടെയും കൂടി ഇരിക്കും, നമുക്ക് അത് ഗ്രാസ്പ് ചെയ്തെടുക്കാൻ പറ്റും. എങ്ങനെയായിരിക്കും ടീച്ചിങ്, എല്ലാവർക്കും ഒരേപോലെ കൺസിഡർ ചെയ്തിട്ടായിരിക്കുമോ അത് എല്ലാ കാര്യങ്ങളും പറയാം. പക്ഷെ ഈച്ച് ആൻഡ് എവരി എല്ലാവരെയും ഇപ്പം പ്രത്യേകം സാറിൻ്റെ കാര്യം, സാറിന് ഓരോരുത്തരും ഇൻഡിവിജ്വലി പേഴ്സണലി എല്ലാവരെയും അറിയാം. എല്ലാവരെയും നമുക്ക് ആ വേണ്ട ഒരു കെയർ വെച്ചിട്ട് തന്നെയാണ് പോകുന്നത്. അതും കൂടെ കൊണ്ടാണ് സാർ നമുക്ക് ഇത്രയും അതിലേക്ക് എത്താൻ കഴിയുന്നത്. അല്ല, പിന്നെ ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന ജോലിയാകുമ്പോൾ നമ്മൾ അത്രത്തോളം അതിൽ കൺസേൺഡ് ആയിരിക്കും. അതാണ് പാസ്സായതിൽ ഭയങ്കര സന്തോഷം. സാറിനെക്കാട്ടിലും ഒരു സന്തോഷം എനിക്ക്. താങ്ക് യു. പിന്നെ CMA ജസ്റ്റ് ഇപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും ഇപ്പോൾ കയ്യിലൊരു ക്വാളിഫിക്കേഷൻ ഉണ്ട്. ഇനി നെക്സ്റ്റ് ഇന്റേൺഷിപ്പ് അല്ലെങ്കിൽ ട്രെയിനിങ് എക്സ്പീരിയൻസ് എന്നൊക്കെ പറഞ്ഞ വലിയൊരു കടമ്പയുണ്ട്. അതൊക്കെ പെട്ടെന്ന് തന്നെ ക്രാക്ക് ചെയ്യുക. പിന്നെ അതിനുശേഷം ഒരു ജോബ്, നമ്മൾ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആവുക. പ്ലസ് ഒരിക്കലും മറക്കാൻ പാടില്ലാത്തൊരു കാര്യമാണ്, നമ്മൾ വന്ന വഴി മറക്കരുത്. ക്വാളിഫിക്കേഷനൊക്കെ അതിൻ്റെ ഭാഗമായിട്ട് വരും. പാരൻസിനെയും എല്ലാവരും സെർവ് ചെയ്യുക. അതുപോലെ ഫ്രണ്ട്സിനൊക്കെ, പഴയ ഫ്രണ്ട്സിനൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുക. ടീച്ചേഴ്സായിട്ട് റിലേഷൻഷിപ്പ് വെക്കുക. ആ രീതിയിൽ കൊണ്ടുപോവുക. Hopefully all the best. Thank you so much.